Hi everyone, this is Abinse from Evika and finally iOS 27 ബീറ്റ 7 ആപ്പിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ എൻ്റെ ഫോണിൽ വന്നിരിക്കുന്നത് ഏകദേശം 1.38 GB ഐഫോൺ 17 വന്നിരിക്കുന്നത്. മിക്കവാറും ചില ഡിവൈസുകൾക്ക് അപ് ടു 2 GB വരെ ഈ ഒരു അപ്ഡേറ്റ് സൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്ഡേറ്റ് സൈസ് വെച്ച് ആരും ജഡ്ജ് ചെയ്യരുത്. ചില സമയത്ത് ഈ ഒരു അപ്ഡേറ്റ് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ആപ്പിൾ പുതിയ അപ്ഡേറ്റ്സും റിലീസ് ചെയ്യുന്നുണ്ട്. വാച്ച് OS, മാക് OS, വിഷൻ OS, tvOS എന്നിങ്ങനെ പുതിയ ബീറ്റാസും റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും iOS 27 ബീറ്റയിലെ ഏറ്റവും അവസാനത്തെ ഒരു ബീറ്റ എന്ന് പറയുന്നത്. എന്നായിരിക്കും ഒഫീഷ്യൽ അപ്ഡേഷനും ബാക്കി കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. സോ ദിസ് ഈസ് എബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സിൽ ജനറൽ എബോർഡ്സിൽ എടുത്തിട്ട് നമ്മൾ സോഫ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ iOS 27 ഉണ്ട്. അവിടെ ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോൾ 24A 5424A എന്ന് കാണാൻ പറ്റും. ഈ ഒരു A എന്ന ആൽഫബറ്റ് വന്നുകൊണ്ടാണ് പെർട്ടിക്കുലർലി നമ്മൾ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയ മോഡേൺ ഫേമർ ഒന്നും ലഭിക്കില്ല. കാരണം ബീറ്റ 5 തൊട്ട് ആപ്പിൾ തരുന്നില്ല. അതുകൊണ്ട് തന്നെ കണക്റ്റീവായ ഇഷ്യൂസോ ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ ഏറ്റവും ആദ്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ് എഗെയിൻ ഈ ഒരു ഒപ്റ്റിമൈസേഷൻ തിരിച്ചു വന്നിട്ടുണ്ട്. ആപ്പിൾ എപ്പോഴും എല്ലാ ബീറ്റിലും കൊണ്ടുവരുന്ന ആ ഒരു ഇൻഡെക്സിങ് ഈ ഒരു ബീറ്റിലും തിരിച്ചു കൊണ്ടുവന്നുണ്ട്. നമ്മുടെ ഫോൺ പവറിൽ പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇൻഡെക്സിങ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് തീരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഓരോ ബീറ്റയുടെ ശേഷവും ഇൻഡെക്സിങ് വരുന്നത് നമ്മളൊരു ബീറ്റ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഡിവൈസിൽ വേറെ ഡാറ്റാസോ ഡോക്യുമെൻറ്റ്സോ വരാതിരിക്കുന്നില്ലല്ലോ. കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ പുതിയ ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ അപ്ഡേറ്റിന് ശേഷവും അല്ലെങ്കിൽ ഓരോ ബീറ്റ അപ്ഡേറ്റിന് ശേഷവും ഇറ്റ്സ് കീപ് ഇൻഡെക്സിങ് നമ്മുടെ ഡിവൈസ്. കാരണം ഈ ഓരോ ഫോമാറ്റ്സും ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും ഡിവൈസും സിസ്റ്റവും അറിഞ്ഞാൽ മാത്രമാണ് സിറിയിലൂടെ നമുക്ക് അതിൻ്റെ ആക്സസും ബാക്കി കാര്യങ്ങളും ലഭിക്കുള്ളൂ. സോ അതുകൊണ്ടാണ് എല്ലാ അപ്ഡേറ്റിന് ശേഷവും ഇൻഡെക്സിങ് വരുന്നത്. അതോടൊപ്പം അടുത്തൊരു കാര്യമാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയ ഫീച്ചേഴ്സോ അതോടൊപ്പം തന്നെ ഫിസിക്കൽ ചേഞ്ചസോ ഫീൽ ചെയ്യില്ല. അതിന് പകരം പെർഫോമൻസും ബഗ് ഫിക്സുമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ഈ ഒരു അപ്ഡേറ്റിൽ മാറാത്ത ഒരു ബഗ് ഉണ്ട്. അതാണ് വൈഫൈയുടെ സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്ന ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നേരെ കൺട്രോൾ സെൻറ്റർ എടുക്കാം. ഇവിടെ നമ്മുടെ വൈഫൈ ഓപ്ഷൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വൈഫൈ സെറ്റിങ്സ് എടുക്കുമ്പോൾ ചില സമയത്ത് ഇവിടെ ഏറ്റവും പൊക്കത്ത് കിടക്കുന്ന എയർടെൽ എന്ന് പറഞ്ഞ വൈഫൈയുടെ സിഗ്നൽ സ്ട്രെങ്ത് നോക്കിയാൽ മനസ്സിലാവും. താഴത്തുനിന്ന് തുടങ്ങാതെ പൊക്കത്തുനിന്നാണ് ഈ ഒരു റേഞ്ച് കാണിക്കുന്നത്. ആ ഒരു ബഗ് ബീറ്റ 7 ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുള്ള മേ ബി അതൊരു പ്രോപ്പർ ബഗ്ഗായിട്ട് തന്നെ നിലനിൽക്കാനും ചാൻസ് ഉണ്ട്. വേറൊരു ബഗ്ഗായിരുന്നു അലാറം ബഗ് എന്ന് പറയുന്നത്. അലാറം ബഗ് എനിക്ക് ഒരേ ഒരു വട്ടം മാത്രമാണ് റിസോൾവ് ആയിട്ട് ഫീൽ ചെയ്തത്. പിന്നീട് ഈ കഴിഞ്ഞ വീക്കിലെല്ലാം എൻ്റെ വാച്ചിൽ മാത്രമാണ് അലാറം അടിച്ചത്, ഫോണിൽ അലാറം അടിച്ചില്ല. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അപ്ഡേറ്റ് ചെയ്ത അന്ന് മാത്രം, അതായത് ഇന്ന് രാവിലെ ഈ പറഞ്ഞ ഫോണിലും വാച്ചിലും എനിക്ക് അലാറം അടിച്ചു. ഇനി നമുക്ക് നോക്കാം അലാറം ഫോണിൽ മാത്രമാണോ അല്ലെങ്കിൽ വാച്ചിൽ മാത്രമാണോ അടിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ചെക്ക് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. അടുത്തൊരു മേജർ ബഗ് ഫിക്സ് അല്ലെങ്കിൽ ബഗ് ഫിക്സ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമൈസേഷൻ വന്നിരിക്കുന്നത് ലിക്വിഡ് ക്ലാസ്സിലാണ്. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ നമ്മുടെ ഈ പറഞ്ഞ അപ്പിയറൻസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ലിക്വിഡ് ക്ലാസിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ നമുക്ക് വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ ഞാൻ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു സെർച്ച് ബാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ലിക്വിഡ് ഗ്ലാസിൻ്റെ ടോഗിൾ സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലിക്വിഡ് ഗ്ലാസ്സിലേക്കും ഫ്രോസ്റ്റഡ് ലുക്കിലേക്കും പോകുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ കുറച്ചധികം ബഗ്ഗി ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ചധികം കറക്റ്റായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നില്ല എന്നൊരു ബഗ് ഉണ്ടായിരുന്നു. ആ ഒരു ബഗ് ഈ ഒരു ബീറ്റിൽ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പിന്നീട് വന്നൊരു മേജർ ബഗ്ഗായിരുന്നു സ്ക്രീൻഷോട്ട് ബഗ് എന്ന് പറയുന്നത്. നേരെ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ടാപ്പ് ചെയ്ത് നമ്മൾ ക്രോപ്പ് ചെയ്യുക. ചില കൂട്ടുകാർക്ക് ഈ ക്രോപ്പ് ചെയ്യുന്ന ഭാഗം കറക്റ്റായിട്ട് ക്രോപ്പ് ആവുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു ബഗ് ഉണ്ടായിരുന്നു. ഫുൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്രോപ്പ് ചെയ്യുമ്പോൾ ആ ഏറ്റവും ഫുൾ സ്ക്രീൻഷോട്ട് തന്നെ വരുന്ന ഒരു മേജർ ബഗ് ഉണ്ടായിരുന്നു. എനിക്ക് ലക്കിലി അങ്ങനത്തെ ഒരു ബഗ്ഗോ കാര്യങ്ങളോ എൻ്റെ ഫോണിൽ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ബഗ്ഗോ മേജറായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും സിംപ്ലസ്റ്റ് വേ ടു റിസോൾവ് എ ബഗ് എന്ന് പറയുന്നത് റീസ്റ്റാർട്ട് യുവർ ഫോൺ എന്നാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് വേ ആണ് ഞാൻ പറയുന്നത്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ആ ഒരു ബഗ് പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമൊക്കെയാണ് നിങ്ങൾക്ക് ബഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷന് ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക.
സി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിതേ ആപ്പ് സ്റ്റോർ എടുത്തു, വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. വാട്സാപ്പിന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മേ ബി കറക്റ്റായിട്ട് ഓപ്പൺ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ ഒരു പേജ് എടുത്ത് നോക്കുമ്പോൾ കണ്ടോ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് ആപ്പ് സ്റ്റോറിൽ തന്നെ. ഇതേപോലെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഈ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ആപ്പ് പേജ് എടുക്കാം, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക. കാരണം ഇങ്ങനെ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസും ബഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീറ്റാസിൽ ഇതേപോലെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ആപ്പ് സ്റ്റോറിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ആപ്ലിക്കേഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. ആൻഡ് കുറേയധികം യൂസേഴ്സിന് ഈ ഫുട്ബോളിനും നല്ല ബഗ് ഉണ്ടായിരുന്നു. ഈ iOS 27 ബീറ്റ യൂസേഴ്സിനായിരുന്നു ഈ ഫുട്ബോളിൻ്റെ ലോഗിൻ സ്ക്രീൻ വരാത്ത അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂസ് ഉണ്ടായത്. ഒഫീഷ്യലി നമ്മുടെ ഈ ഫുട്ബോളിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ iPhone 17 പകരം iPhone 11 എൻ്റെ ബീറ്റ അല്ലാത്ത ഒഫീഷ്യൽ അപ്ഡേറ്റ് റൺ ചെയ്യുന്ന ആ ഒരു iOS 26 റൺ ചെയ്തപ്പോൾ എനിക്ക് ഈ ഫുട്ബോൾ ഓപ്പണായി. ഇപ്പോൾ iOS 27 ബീറ്റ 6 7 എനിക്ക് കുഴപ്പമില്ലാതെ ഈ ഫുട്ബോൾ റൺ ആവുന്നുണ്ട്. ഇതേപോലെ തന്നെ പെർട്ടിക്കുലർ ബഗ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വഴിയാണ് ഈ പറഞ്ഞത്. അതോടൊപ്പം ഫീഡ്ബാക്ക് ആപ്പ് എടുക്കാം. ഫീഡ്ബാക്ക് ആപ്പിൽ കുറേയധികം മാറ്റങ്ങളും എക്സ്ക്ലൂസീവായ ഒരു റൂമറും അല്ലെങ്കിൽ ലീക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നേരെ റീസെൻ്റ് ആക്ടിവിറ്റി എടുക്കാം. iOS 27 ഈ ഒരു ബീറ്റ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ കുറേയധികം റിസോൾവ് ഇഷ്യൂസും നോൺ ഇഷ്യൂസും നമുക്ക് കാണാൻ പറ്റും. പുതിയ ഫീച്ചേഴ്സ്, ആപ്പിൾ ഇൻറ്റേൺസിലെ പുതിയ ഫീച്ചേഴ്സ്, റിസോൾവ് ഇഷ്യൂസ്, ഇങ്ങനെ കുറേയധികം മാറ്റം എന്തുകൊണ്ടോ കുറേയധികം റിസോൾവ് ഇഷ്യൂസും നോൺ ഇഷ്യൂസും എല്ലാം ആപ്പിലൂടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ആപ്പിളിൻ്റെ ഹോം കിറ്റിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കുറേയധികം കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് തപ്പിപ്പിടിച്ചെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇതിൽ സ്റ്റോർ കിറ്റ്, അതോടൊപ്പം നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ ഹോം കിറ്റാണ് എനിക്ക് വേണ്ടത്. ഹോം കിറ്റിൽ നമുക്ക് പുതിയൊരു നമ്മുടെ ഹോം ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഹോം ആക്സസറീസ് എന്ന് പറഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നില്ലേ. നമ്മുടെ ആപ്പിൾ ഹോം പാഡ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം വരുന്നതായിരുന്നില്ലേ. ആ ഒരു കാര്യം ഇതിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ ഇവിടെ നോക്കട്ടെ. ഹോം കിറ്റ് ഇത് അല്ല, റിയാലിറ്റി കിറ്റ്, ഫോട്ടോസ് എഡിറ്റ്, ഇതിലെല്ലാതും നമുക്ക് റിസോൾവ് ഇഷ്യൂസ് കാണാൻ പറ്റും. ഫോട്ടോ കിറ്റ്, പെൻസിൽ കിറ്റ്, അങ്ങനെ കുറേയധികം കാര്യങ്ങളിൽ നമുക്ക് റിസോൾവ് ഇഷ്യൂസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ആ ഒരു മഴ സാഹചര്യം കൊണ്ടാണ് അത്യാവശ്യം നല്ല ബ്ലാക്കായിട്ട് നമ്മുടെ വീഡിയോസിൽ ഫീൽ ചെയ്യുന്നത്. കർത്താവേ കറക്റ്റ് സമയത്ത് കാണാനില്ല, അതാണ് വേറെ പ്രശ്നം. കീബോർഡ് എത്തി. പിന്നെ ഇമേജ് ഹോം കിറ്റിൽ വന്നിട്ടുണ്ട്. വെൻ ആപ്പിൾ ഇൻ്റലിജൻസ് ഇൻ ദ ഹോം ആപ്പ് is enabled, your HomeKit security video recording are processed on own device and through private cloud compute for video description and search. ഈ ഒരു കാര്യം, ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ കാര്യം, ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഹോം പോഡ് മിനിയിലോ അല്ലെങ്കിൽ ആപ്പിൾ TVയിലോ ഒന്നും വരാത്ത ഒരു കാര്യമാണ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ഹോം ആപ്ലിക്കേഷനിൽ ആപ്പിൾ ഇൻ്റലിജൻസ് വരും എന്ന് ആപ്പിൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അത് ഒന്നും കൂടെ ഉറപ്പിക്കാനായിട്ട് ആപ്പിളിൻ്റെ പുതിയ ഹോം കിറ്റ് സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഹോം പാഡോ എന്തിനും വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു നോട്ട് ഉണ്ട്. അതാണ് 2 TB ഓഫ് iCloud പ്ലസിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമാണ് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര? 2 TB. ഈ 2 TB iCloud പ്ലസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് പ്രൈസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള iCloudൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രം നമുക്ക് റെക്കോർഡിങ്ങും ബാക്കി കാര്യങ്ങളും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ് സ്മൂത്ത് നല്ല ബട്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളോ അതുപോലെ ക്ലട്ടറിങ്ങോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ സെറ്റിങ്സ് എടുക്കാം. എൻ്റെ ബാറ്ററി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യുന്ന ഒരു ആളാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് 90% ആണ് എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 415 ആണ്. ഏകദേശം എൻ്റെ ഡിവൈസ് എടുത്തിട്ട് കറക്റ്റ് ഒരു കൊല്ലം ആവാറായി. സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും 1 ഇയർ ആവും. അതിൽ 90%, അതായത് 10% മാത്രം ഡിപ്രിസിയേഷൻ വന്നു. ആൻഡ് ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 450, ഒരു ഡീസൻ്റ് ആയ ബാറ്ററി സൈക്കിൾ കൗണ്ടാണ്. ബാറ്ററി ഹെൽത്തും നോർമലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എൻ്റെ ചാർജിങ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 90% ആണ് എൻ്റെ യൂഷ്വൽ ചാർജിങ് പാറ്റേണും നിങ്ങൾക്ക് മനസ്സിലാവും. തേർമൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഡീസൻ്റ് ആയ തേർമൽ മാനേജ്മെൻ്റ് ആണ്. ഇത്രയും നേരം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഒരു ചൂടും ഫീൽ ചെയ്യുന്നില്ല. വലിയ ഇഷ്യൂസ് ഒന്നും എനിക്ക് തേർമൽ മാനേജ്മെൻറ്റിലും ഫീൽ ചെയ്യുന്നില്ല. അതോടൊപ്പം ഇനി എന്നായിരിക്കും ഒഫീഷ്യൽ അപ്ഡേഷനും ബാക്കി കാര്യങ്ങളും വരാൻ പോകുന്നത്? iOSൻ്റെ RC ഇനി എന്തായാലും നമുക്ക് 2 വീക്കിലേക്ക് കാണാൻ പറ്റില്ല. ഇനി യൂഷ്വലി ആപ്പിൾ വീക്ക്ലി സൈക്കിൾ ആയതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് പുതിയ RC റിലീസ് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള
അപ്ഡേറ്റിന് മുമ്പുള്ള ആർസ് റിലീസ് ലഭിക്കും എന്ന് നിങ്ങൾ കരുതണ്ട. കാരണം ആപ്പിൾ അങ്ങനെയല്ല റിലീസ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും നമുക്ക് ഈ ഒരു വീക്കിൽ തന്നെ സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ആപ്പിൾ ഇവന്റിന്റെ ഇൻവൈറ്റ്സ് കിട്ടും. ആ ഒരു ഇവന്റിന് ശേഷമായിരിക്കും ആപ്പിൾ iOS 27 ആർസ് റിലീസ് കൊണ്ടുവരാൻ പോകുന്നത്. എൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് മിക്കവാറും 8-9 തീയതി ആയിരിക്കും ആപ്പിളിൻ്റെ ഇവന്റ് നടക്കാൻ പോകുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഈ പറയുന്ന 7 ലേബർ ഡേ ആണ്. അതുകൊണ്ട് US ആ ഒരു പരിപാടി നടക്കില്ല. 8 അല്ലെങ്കിൽ 9 പിന്നീടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 15-ഉം 16-ഉമാണ്. ഈ പറഞ്ഞ ഡേറ്റ്സിൽ ആപ്പിൾ ഇവന്റ് കഴിഞ്ഞാൽ ആപ്പിൾ ഇവന്റിന് ശേഷം നമുക്ക് iOS 27 പുതിയ RC റിലീസ് നമുക്ക് ലഭിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള വീക്കിലായിരിക്കും ഐഫോണിൻ്റെ ലോഞ്ചും അതോടൊപ്പം iOS 27 ഒഫീഷ്യൽ ലോഞ്ചും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതാണ് വരാൻ പോകുന്ന അപ്കമിങ് iOSന്റെ ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ വന്നാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കാണാൻ പറ്റും. സോ ഇതൊക്കെ iOS 27 പുതിയ ബീറ്റിലെ വിശേഷങ്ങളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ അടിപൊളി കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.